നമസ്കാരം. പാളയത്ത് ബന്ധുവായ ബിജുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ സംഭവ ദിവസം ബിജു മദ്യപിച്ചിരുന്നതിനാൽ പ്രതിയുടെ പെട്ടെന്നുള്ള കടന്നാക്രമണം പ്രതിരോധിക്കാൻ കഴിയാതെ പോയതാണെന്ന് പോലീസിന്റെ നിഗമനം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. അതിക്രൂരമായ കൊലപാതകം നടത്തിയ ശേഷം തെളിവുകൾ നശിപ്പിച്ച പ്രതി ഒടുവിൽ മൃതദേഹം കാണാൻ ബന്ധുക്കൾക്കൊപ്പം എത്തിയത് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെയാണ്. പാൻസിന്റെ പോക്കറ്റിൽ കൈകൾ തിരുകി മൃതദേഹം കിടത്തിയതിന് അല്പം മാറി നിൽക്കുകയായിരുന്നു പ്രതിയായ ദീപക്. എന്നാൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മുറിവ് ചില ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തതോടെ ദീപക് തന്ത്രപരമായി കൈകൾ വീണ്ടും പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചു. ബിജുവും ദീപക്കും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതിനാൽ ബന്ധുക്കളിൽ ചിലർക്ക് സംശയം തോന്നുകയും വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഈ സംശയമാണ് ദീപകിനെ കൃത്യമായി നിരീക്ഷിക്കാനും വലയിലാക്കാനും പോലീസിന് സഹായകമായത്. കൊലപാതകം നടന്ന ദിവസം രാവിലെ ദീപകിന്റെ കുടുംബാംഗങ്ങളെല്ലാം വിവരമറിഞ്ഞ് പാളയത്തെ വീട്ടിലെത്തിയെങ്കിലും വരാൻ വാഹനമില്ലെന്ന കാരണം പറഞ്ഞ് ഇയാൾ മാങ്കാവിലെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. അച്ഛൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് ദീപക് സ്ഥലത്തെത്തിയത്. ആർക്കും സംശയം തോന്നാത്ത വിധം പെരുമാറിയ ഇയാളുടെ കയ്യിലെ മുറിവാണ് ഒടുവിൽ കുടുക്കായത്. ഞായറാഴ്ച പുലർച്ചെയാണ് പാളയം പച്ചക്കറി മാർക്കറ്റിന് സമീപം പുതിയ കോവിലകം പറമ്പ് ബിജുവിനെ വീട്ടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 38 വയസ്സായിരുന്നു ബിജുവിന്. രാവിലെ പശുവിനെ കറക്കാൻ വിളിക്കാനായി അമ്മ ബേബി ചെന്നപ്പോഴാണ് മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട നിലയിൽ കണ്ടത്. പുറത്തു പോയിട്ടുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഏറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കിയപ്പോഴാണ് 45ഓളം മുറിവുകളോടെ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ 18 മുറിവുകളും കഴുത്തിലായിരുന്നു. സംഭവത്തിന് പിന്നാലെ ബിജുവിന്റെ ഫോണും വാഹനത്തിന്റെ താക്കോലും ദീപകിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. കൃത്യത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ പ്രതി ബിജുവിന്റെ ഫോൺ കട്ടിലിനുള്ളിൽ ഒളിപ്പിക്കുകയും താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ADHD അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജുവിന്റെ സഹോദരി ബിന്ദു പറഞ്ഞു. തങ്ങളുടെ അച്ഛൻ വീട്ടിലില്ലാത്ത ദിവസം നോക്കിയാണ് ദീപക് എത്തിയതെന്നും ലഹരി ലഭിക്കാത്തതിന്റെ പേരിലാണ് ഈ കൊലപാതകമെന്നും സഹോദരി പറഞ്ഞു. പ്രതിക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ദീപകിനെ ലഹരിമുക്ത കേന്ദ്രത്തിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ച് ചികിത്സ നൽകാൻ ബിജു മുൻകൈയെടുത്തതാണ് പ്രതിയിൽ കടുത്ത വൈരാഗ്യത്തിന് കാരണമായത്. 3 വർഷം മുൻപ് ഇരുവരും തമ്മിലുണ്ടായ അടിപിടിയും ഈ പക വർദ്ധിപ്പിച്ചു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി സ്ഥിരീകരിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പോലീസിന് വിവരങ്ങൾ കൈമാറിയതിന്റെ പ്രതികാരമാണ് കൊലപാതകമെന്ന് ആദ്യഘട്ടത്തിൽ പ്രചരണമുണ്ടായിരുന്നുവെങ്കിലും അത്തരം പരാതികളൊന്നും ബിജു നൽകിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. തുടർന്നാണ് ശാസ്ത്രീയ അന്വേഷണം ബന്ധുവായ ദീപകിലേക്ക് നീണ്ടതും തിങ്കളാഴ്ച രാത്രിയോടെ ഇയാളെ കസ്റ്റഡിയിലെടുത്തതും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.